നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സേഫ് ഡിജിറ്റ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ്. കുട്ടികൾക്കും അതോടൊപ്പം തന്നെ അഡൾട്ടിനും എങ്ങനെയാണ് ഒരു സുരക്ഷിതമായിട്ടുള്ള ഡിജിറ്റൽ ശീലങ്ങൾ വീട്ടിലും അല്ലെങ്കിൽ പുറത്തും ആരോഗ്യകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാതാപിതാക്കളായ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു സേഫായിട്ട് കുട്ടികളുടെ ഒരു ഡിജിറ്റൽ സേഫായിട്ടുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാങ്കേതിക വിദ്യ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. റിസർച്ചർ ബൈ ഡോക്ടർ ജീൻ ട്വെങ് എന്നുള്ള ഒരു റിസർച്ചർ പറഞ്ഞിരിക്കുന്നത് എക്സസീവ് സ്ക്രീൻ ടൈമിംഗ് ക്യാൻ ഇമ്പാക്ട് ചിൽഡ്രൻസ് ബ്രെയിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. അതൊരു കുട്ടിയുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെയും അതോടൊപ്പം തന്നെ അവരുടെ സ്ലീപ്പിംഗ് പാറ്റേൺസ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്കിൽസ് ഇതിനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ് അവരുടെ പഠനം തെളിയിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പാരൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് എഫക്ട്സ് ആൻഡ് ദ proactive steps to create balanced digital environment. അതായത് അമിത സ്ക്രീൻ സമയം കുട്ടികളുടെ ഒരു മസ്തിഷ്ക വികസനത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഉറക്ക രീതികളും സാമൂഹിക കഴിവുകളും ഇതിനൊക്കെ ബാധിക്കുന്നത് കൊണ്ടിട്ട് ഇവരെ എങ്ങനെ ഒരു സേഫായിട്ട് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും നമ്മൾ പേരൻസ് മുൻകൈ എടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ യൂസേജ് എഫക്ട്സ് ബോത്ത് അഡൾട്ട്സ് ആൻഡ് ചിൽഡ്രൻ വിത്ത് ദ ബ്ലൂ ലൈറ്റ് എമിറ്റഡ് ഫ്രം സ്ക്രീൻസ് ഡിസ്ട്രപ്റ്റിംഗ് സ്ലീപ്പ് പാറ്റേൺസ് ആൻഡ് ഇമ്പാക്റ്റിംഗ് ബ്രെയിൻ ഫങ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന ആളുകൾ പറയുമ്പോൾ ഞാൻ ആദ്യം അവരോട് പറയാറ്, ഒരു അരമണിക്കൂർ നമ്മുടെ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്സോ എന്താണോ ഡിജിറ്റലായിട്ട് നമ്മുടെ ചുറ്റുമുള്ളത് അതിനെ ഒന്ന് മാറ്റി വെച്ച് കണ്ണടച്ച് കിടക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഈ ഒരു ബ്ലൂ ലൈറ്റ് ആ ഒരു സ്ക്രീനിൻ്റെ ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ ഒരു സ്ലീപ്പ് പാറ്റേണിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടും നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ മാറ്റാനായിട്ടും ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒന്നാണ്. അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗം മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്ക്രീനിൽ പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചം നമ്മുടെ ഒരു ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിസർച്ച് സജസ്റ്റ് ദാറ്റ് എക്സസീവ് സ്ക്രീൻ ടൈം പർട്ടിക്കുലർലി ബിഫോർ ബെഡ് ടൈം നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിൻ്റെ മെലറ്റോണിൻ എന്നിട്ടുള്ളൊരു ബ്രെയിനിൻ്റെ രാസവസ്തുവിൻ്റെ പ്രൊഡക്ഷൻസ് സപ്രസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഒരു ടയേർഡ്നെസ്സിലേക്കും പിറ്റേ ദിവസം നമുക്ക് അത്ര വലിയ ഉഷാറില്ലാണ്ടായിട്ട് എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് കൂടാതെ നിരന്തരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്ക്രോളിങ്ങും ആ ഒരു ഹാബിറ്റ് നമ്മുടെ ഡോപ്പാമിൻ ഹിറ്റുകൾ തരികയും അല്ലെങ്കിൽ ഒരു ആസക്തി നിറഞ്ഞ ഒരു പെരുമാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു സംതൃപ്തി കിട്ടുന്നുണ്ട് എങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു മൂഡ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഡിജിറ്റൽ യൂസേജ് നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇതൊരു അഡിക്റ്റീവ് നേച്ചറിലേക്ക് പോകുന്ന രീതിയിൽ കാണപ്പെടാറുണ്ട്. അപ്പം നമ്മൾ എത്ര സമയം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മുതിർന്നവരും കുട്ടികളും അവരുടെ സ്ക്രീൻ സമയത്തെക്കുറിച്ചിട്ട് ഒരു ശ്രദ്ധാലു ആവേണ്ടത് നമ്മുടെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ എക്സ്പ്ലോറിങ് ടെക്നോളജി ടുഗെദർ. അപ്പോൾ ഒരു പേരൻ്റ് ആകുമ്പോൾ നമുക്കൊരിക്കലും നമ്മൾക്ക് ഒരു റൂൾസും കുട്ടികളോട് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെല്ലാം ഇപ്പോഴത്തെ അവെയറാണ് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അടുത്ത ഇടയ്ക്ക് ഒരു കോൺഷ്യസ് പാരൻ്റ് ആയിട്ടുള്ള റിനൗൺഡ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷെഫാലി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇൻസ്റ്റെഡ് ഓഫ് വ്യൂവിങ് ടെക്നോളജി ആസ് എ ത്രെറ്റ്, ഇത് നമ്മളെല്ലാവരും ബാധിക്കുന്ന ഒരു വലിയൊരു സംഭവമായിട്ട് ഭീഷണിയായിട്ട് നമ്മൾ മനസ്സിലാക്കാതെ ഇതിനെ എങ്ങനെയാണ് ഒരുമിച്ച് കുട്ടിയോടൊപ്പം ഇതിനെ നേരിടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യൂസ് ടെക്നോളജി ആസ് എ ടൂൾ ഫോർ ലേണിംഗ് ആൻഡ് ബോണ്ടിങ്. ഇത് രണ്ടും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ തിരിച്ചറിയാനുമായിട്ടുള്ള ഒരു ടൂളാണെന്ന് മനസ്സിലാക്കി അതിലൂടെ കുട്ടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്.
ഉദാഹരണത്തിന് ഒരുപാട് എഡ്യൂക്കേഷണൽ വീഡിയോസ് ഒരുമിച്ചിരുന്ന് കാണുക, അല്ലെങ്കിൽ പ്ലേ ഇൻട്രാക്റ്റീവ് ഗെയിംസ്. അത് കുട്ടിയെ കുറേയും കൂടി എൻകറേജ് ആവും, ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളും വളരെ കൂടുതലായതുകൊണ്ടിട്ട് അത് കുട്ടിക്കും കുറച്ചും കൂടി എൻകറേജ്ഡ് ആയിട്ട് തോന്നുന്ന ഒന്നാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നത് സെറ്റിംഗ് എ സേഫ് ഡിജിറ്റ് ഹാബിറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഹാബിറ്റ്സ് കൊണ്ടുവരാൻ പറ്റുന്നത്? ഒന്ന്, എസ്റ്റാബ്ലിഷ് സ്ക്രീൻ ടൈം ലിമിറ്റ്സ്. സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് അറൗണ്ട് ദ സ്ക്രീൻ ടൈം. അത് രണ്ടു പേർക്കും, അതായത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും, ഞങ്ങൾ എത്ര നേരം നമ്മുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിക്കും എന്നുള്ളൊരു റൂളിലേക്ക് എല്ലാവരും വരിക എന്നുള്ളതാണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത്. ഡോക്ടർ കാത്തറിൻ അവരുടെ റിസർച്ചതിന് ശേഷം റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 2 hours per day for children age 2 to 5 എന്നുള്ളതാണ്. അതായത് 2 വയസ്സ് മുതൽ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് 2 hours per day ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആ ഒരു 2 hours എങ്ങനെ ഉപയോഗിക്കണമെന്നും അവർ ആ റിസർച്ചിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻഷുറിങ് ദ സ്ക്രീൻ ടൈം ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് സ്ലീപ്പ്. നമ്മുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ഉറക്കത്തെ ബാധിക്കാത്ത, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്, ഇതിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ വേണം നമ്മളൊരു കുട്ടികൾക്ക് സ്ക്രീൻ ടൈം പ്രൊവൈഡ് ചെയ്യാൻ എന്നുള്ളതാണ്. സെക്കൻഡ്, ക്രിയേറ്റ് എ ടെക് ഫ്രീ സോൺ. അതായത് നമ്മുടെയൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലോ നമുക്കൊരു ടെക് ഫ്രീ സോൺ ഉണ്ടായിരിക്കണം. നമുക്ക് അത് നമ്മുടെ ഡൈനിങ് റൂം ആവാം, നമ്മുടെ ബെഡ്റൂം ആവാം, നമുക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടുള്ള ഒരിടം. ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ കൂടുതൽ കണക്ഷൻസ് കൊണ്ടുവരാനും മെമ്പേഴ്സിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവാതിരിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ വീടുകളിൽ ഒരു ക്രിയേറ്റ് എ ടെക് ഫ്രീ സോൺ. ഏതെങ്കിലും ഒരു ചെറിയൊരു ഇടങ്ങളിൽ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട കോൺവെർസേഷൻ നടത്താനായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. മോഡൽ ഹെൽത്തി ബിഹേവിയർ എന്നുള്ളതാണ്. ചിൽഡ്രൻ, ഞാൻ വീണ്ടും പറയുന്ന പോലെ, കുട്ടികൾ എപ്പോഴും കുട്ടികളുടെ മാതാപിതാക്കളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ ഓൺ സ്ക്രീൻ ടൈം ഹാബിറ്റ്സ് ആൻഡ് മോഡൽ ഹെൽത്തി ഡിജിറ്റൽ ബിഹേവിയർ. നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ്, നമ്മൾ എത്രത്തോളം ഒരു ഫോണിന് സമയം കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മുടെ കുട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ബിഹേവിയർ ആയിരിക്കും നമ്മുടെ കുട്ടികളും അഡാപ്റ്റ് ചെയ്യുക. ഒരുപക്ഷെ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ ഫോൺ നോക്കിയാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നതെങ്കിൽ കുട്ടികൾക്കും ആ ഹാബിറ്റ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഫോൺ നോക്കി റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു ഹാബിറ്റാണ് നമുക്കുള്ളതെങ്കിൽ കുട്ടികളും അതേ ഹാബിറ്റ് പിന്തുടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബി ദ റോൾ മോഡൽ. നമ്മൾ എന്ത് ചെയ്യണം എന്നാണോ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ആ ഒരു ബിഹേവിയർ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്തത്, എൻകറേജ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്. ഫോൺ യൂസേജ് ഉണ്ടെങ്കിൽ പോലും കുട്ടികളുടെ ആയിട്ട് ഫോണും ലാപ്ടോപ്സും അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളൊന്നുമില്ലാതെ അവരോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനും അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോയി നടക്കാനും സാധിക്കുക എന്നുള്ളത് നമ്മുടെ കുട്ടിയുടെ സോഷ്യൽ സ്കിൽസും എംപത്തി വളർത്താനും സഹായിക്കുന്ന ഒന്നാണ്. എൻകറേജ് യുവർ ചൈൽഡ് ടു എൻഗേജ് ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് ആൻഡ് സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഫോണും ഈ സാങ്കേതിക വിദ്യകളും അല്ലാതെ കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യണം പല ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാനും, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാനും, ചെടി നടാനും, പുല്ലിലൂടെ നടക്കാനും, അല്ലെങ്കിൽ കളിക്കാനും ഒക്കെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ഒന്നാണ്. മോണിറ്റർ ഓൺലൈൻ ആക്ടിവിറ്റീസ്. അവരൊരു ഹെലികോപ്റ്ററിംഗ് പോലെ ഒരു ഫീൽ കൊടുക്കാതെ സ്റ്റേ ഇൻഫോംഡ് അബൌട്ട് യുവർ ചൈൽഡ്സ് ഹാബിറ്റ്. അവരെ എന്തെല്ലാമാണ് കാണുന്നത്, എന്തെല്ലാം ഇൻട്രസ്റ്റ് ആണ്, ഏതെല്ലാം തരത്തിലുള്ള മ്യൂസിക്സിനാണ് അവർക്ക് ഇഷ്ടം, ഏതെല്ലാം തരത്തിലുള്ള ഗെയിംസാണ് അവർ കളിക്കുന്നത്, വാച്ച് ചെയ്യുന്നത്, ഇതെല്ലാം അവരുടെ ലൈക്സും ഡിസ്ലൈക്സും ഒക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് ഒരു പാരൻ്റൽ കൺട്രോൾ ടു എൻഷുർ ദെയർ സേഫ്റ്റി. ഇത് അവരെ ഒരു ഹെലികോപ്റ്ററിംഗ് എന്നതിന് അല്ലാതെ അവരുടെ സേഫ്റ്റി മനസ്സിലാക്കി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ടീച്ച് ദം ഇൻ്റർനെറ്റ് സേഫ്റ്റി, പ്രൈവസി ആൻഡ് ഓൾ.
കാരണം പലപ്പോഴും ഇന്ന് ഇൻ്റർനെറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, അതിൽ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചിട്ടോ അതിൻ്റെ പ്രൈവസിയെ കുറിച്ചിട്ടോ അറിയില്ല. അപ്പോൾ മാതാപിതാക്കളായി നമ്മൾ അത് മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ബി എ റെസ്പോൺസിബിൾ ഓൺലൈൻ ബിഹേവിയർ. നമ്മളൊരു റെസ്പോൺസിബിൾ ഓൺലൈൻ ബിഹേവിയർ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളോട് എങ്ങനെ കമൻറ്റ് ചെയ്യും, പബ്ലിക്കായിട്ട് ഒരാളെ ഹ്യൂമിലേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ കമൻസ് ഇടരുത്, മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യരുത്, ഇത്തരം കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കിക്കാനും നമുക്ക് സാധിക്കണം. ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നതും, അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യ സൃഷ്ടിക്കുന്ന സാധ്യതകളും അപകടങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് ഉപയോഗവും ഉള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതൊരു കുടുംബമായി മനസ്സിലാക്കുകയും ഇത്തരം അവസ്ഥകളെ നല്ല രീതിയിൽ നേരിടുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുന്നതിൽ ഒരു ഡിജിറ്റൽ പാരൻറ്റിങ് എക്സ്പേർട്ടായിട്ടുള്ള ജാക്ലിൻ പറയുന്ന ചില ടിപ്സുകളുണ്ട്. ഒന്ന്, കമ്മ്യൂണിക്കേറ്റ് ഏർലി ആൻഡ് ഓഫ്റ്റൻ അബൌട്ട് ദ റോൾ ഓഫ് ടെക്നോളജി ഇൻ അവർ ഫാമിലീസ് ലൈഫ്. അതായത് ഫാമിലി ലൈഫിൽ ടെക്നോളജിയുടെ റോൾ എന്താണെന്ന് കുട്ടികളുമായിട്ട് സംസാരിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുട്ടികൾ ആരംഭിക്കുന്ന പ്രായത്തിൽ തന്നെ ഒരു സാങ്കേതിക വിദ്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോൺ യൂസേജസിനെ കുറിച്ചിട്ടുള്ള ഗുണദോഷങ്ങളെ പറ്റി കുട്ടികളോട് തുറന്ന് സംസാരിക്കാം. അവരുപയോഗിക്കുന്ന ഡിവൈസുകളെക്കുറിച്ചും അതിൽ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടും എത്ര സമയം ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് കുട്ടികളോട് ഓപ്പണായിട്ട് പറയുക എന്നുള്ളതാണ്. എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുമ്പോൾ ഉള്ള റിസ്കുകളെക്കുറിച്ചിട്ടും പാരൻ്റ് എന്ന നിലയിൽ നമ്മൾ അവരെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് ആരുടെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യണം, പറയണം, ഷെയർ ചെയ്യണം. അത് ഷെയർ ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അമിതമായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ അണ്ടർലൈൻ ഇഷ്യൂസ് എന്താണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുക. ഒരു പക്ഷേ കുട്ടിക്ക് ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ടിട്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടിട്ടോ, അല്ലെങ്കിൽ അവർക്ക് അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ടോ ആവാം. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അണ്ടർലൈൻ കോസ് എന്താണെന്ന് മനസ്സിലാക്കി കുട്ടിയെ ഗൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. 2, സെറ്റ് ബൗണ്ടറീസ് ദാറ്റ് മേക്ക് സെൻസ് ഓഫ് അവർ ഫാമിലി. മേക്ക് യെസ് ആൻഡ് നോ റൂൾസ്. ഓൺലൈനിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ പേഴ്സണൽ സേഫ്റ്റിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവയെ പറ്റിയൊക്കെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുകയും കൃത്യമായ റൂൾസ് ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ് എക്സ്പെക്റ്റേഷൻസ് അറൗണ്ട് കണ്ടൻറ്റ്. അതായത് കുട്ടികൾ അവരുടെ പ്രായത്തിലും വളർച്ചയ്ക്കും അനുസരിച്ചിട്ടുള്ള കണ്ടൻറ്റുകളാണ് ആക്സസ് ചെയ്യേണ്ടതെന്നും പുതിയ പ്ലാറ്റ്ഫോംസും ആപ്ലിക്കേഷൻസും പാരൻറ്റിൻ്റെ അനുവാദത്തോടുകൂടിയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഉറപ്പുവരുത്താം. ആവശ്യമെങ്കിൽ ഒരു പാരൻ്റൽ കൺട്രോൾ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. എക്സ്പ്ലോർ ടെക്നോളജി ടുഗെദർ. കുട്ടികളോട് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. കോ വ്യൂവിങ് അല്ലെങ്കിൽ കോ യൂസ് ഇവ ട്രൈ ചെയ്യുകയും അതേപ്പറ്റി സംസാരിക്കുകയും ചെയ്യുക. രണ്ടുപേരും ഒരുമിച്ച് കാണുക, അല്ലെങ്കിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടിയെയും കാണിക്കുക. കുട്ടി കാണുന്ന സമയത്ത് അപ്പോൾ നമുക്കും പോയി കുട്ടിയെ നോക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് നൽകുക എന്നുള്ളതാണ്. മോഡൽ ഹെൽത്തി ഹാബിറ്റ്സ് ഫോർ അവർ ചിൽഡ്രൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളായിരിക്കണം കുട്ടികളുടെ മാതൃകയാവേണ്ടത്, റോൾ മോഡൽ ആവേണ്ടത്. നമ്മൾ എന്ത് തരത്തിലുള്ള അച്ചടക്കമാണോ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നമ്മളായി മാറുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്കൊരു സുരക്ഷിതമായിട്ടുള്ള ഡിജിറ്റൽ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെയും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ ക്ഷേമത്തിനും നല്ല രീതിയിൽ കുട്ടികൾക്കൊരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പഠിപ്പിക്കാം. ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്സ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.